നമസ്കാരം. എന്നെ അറിയാലോ, ഞാൻ രാഘവാണ്, RJ രാഘവാണ്. ഞാനിപ്പോ വിഷമത്തോടെയാണ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോളന്മാർ ട്രോളിക്കൊണ്ടിരുന്ന ഒരു കാര്യം, ഇത്രയും ദിവസം മോഹൻലാലിന്റെ ബ്ലോഗും കള്ളപ്പണമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമമെങ്കിൽ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഒരൊറ്റ പകലുകൊണ്ട് അതൊക്കെ മാറി ദിലീപും കാവ്യയും കല്യാണമായി. ഇത്രയും കാലം നമ്മൾ ചോദിച്ചത് അവരെന്താ കല്യാണം കഴിക്കാത്തതെന്നല്ലേ. ഇന്നലെ കല്യാണം കഴിച്ചപ്പോ അതായി നമ്മുടെ പ്രശ്നം. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്, നമ്മളാണോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്? അല്ലല്ലോ, നമ്മളല്ലല്ലോ അവരുടെ രക്ഷകർത്താവ്. പിന്നെ എന്തിനാണ് നമുക്ക് അവരുടെ കാര്യത്തിൽ ഇത്രത്തോളം ശുഷ്കാന്തി? കഴിഞ്ഞൊരു 16 വർഷത്തിനിടയ്ക്ക് മലയാള സിനിമയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച നടനാണ് ദിലീപ്. എന്നിട്ടും ദിലീപ് ഇത്രത്തോളം വിജയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദിലീപ് ജനപ്രിയ നായകനായതുകൊണ്ട് തന്നെയാണ്. എനിക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് അടുത്തറിയാവുന്ന ഒരാളാണ് ദിലീപേട്ടൻ. ഞാൻ കണ്ടതിൽ വെച്ച് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ദിലീപേട്ടൻ. ആ ദിലീപേട്ടൻ ചെയ്ത് ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ദിലീപേട്ടൻ കല്യാണം കഴിച്ച ഉടനെ പറഞ്ഞാണ്, ഞാൻ മൂലം ജീവിതം തകർന്ന ഒരു കുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ കാവ്യ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ കല്യാണം കഴിക്കാൻ? കാവ്യ ഇല്ലല്ലോ. ദിലീപേട്ടൻ കല്യാണം കഴിച്ചു, അത് നിങ്ങൾക്ക് ചൊറിച്ചൽ, അതല്ലേ സത്യം? ദിലീപേട്ടൻ കാവ്യയെ കല്യാണം കഴിച്ചതിന് ദിലീപേട്ടന്റെ കുടുംബത്തിനോ കാവ്യയുടെ കുടുംബത്തിനോ മീനാക്ഷിക്കോ ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്രത്തോളം പ്രശ്നം? ദിലീപേട്ടൻ പണ്ടേ പറഞ്ഞായിരുന്നു, എന്റെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും കാണിച്ചിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നു. ഇത്രത്തോളം മീഡിയക്കാരെ വിളിച്ചിരുത്തി അവരെ മേയാൻ വിട്ട് കല്യാണം കഴിപ്പിച്ച മറ്റൊരു നടനില്ല. എന്നിട്ടും ദിലീപേട്ടനെ ക്രൂശിക്കുന്നത് ഭയങ്കര മോശമാണ്. അവര് ജീവിച്ചോട്ട്, നമ്മളല്ല അവര് ചെലവിന് കൊടുക്കുന്നത്, അല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ നമുക്ക് ഇത്രത്തോളം ശുഷ്കാന്തി? നിങ്ങളോട് വല്ല തെറ്റും ചെയ്തോ ദിലീപും കാവ്യയും? ഇല്ലല്ലോ. എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാണ്, അവര് വിട്ടേക്ക്. ദിലീപേട്ടനും കാവ്യക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്ത് പ്രശ്നം വന്നാലും. താങ്ക് യു.